ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്നത്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം പറയുന്നു, സകല ഭൂനിവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു. സകല മഹത്വവും എൻ്റെ ദൈവത്തിന് കൊടുക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന അടിയൻ്റെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം, കരുണയിൽ നിറയ്ക്കണം. സകലതും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം അടിയൻ്റെ പരമപിതാവേ, ആമേൻ. 1878 ജൂലൈ മാസം 27-ാം തീയതി ചൈനയിൽ റിക്ടർ സ്കെയിലിൽ 8.6 രേഖപ്പെടുത്തിയ അതിശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായി. ഇതിൽ അനേകായിരങ്ങളുടെ ജീവിതങ്ങൾ നഷ്ടമാകുവാനും അവരുടെ ജീവൻ തന്നെ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ചില ആൾക്കാരെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സമ്പാദിച്ച് അവർ കൂട്ടിവച്ചിരുന്നു. ഈ സംഭവം ഉണ്ടായ സമയത്ത് അതെല്ലാം ഇത് നഷ്ടമായി, അവരുടെ ജീവനും നഷ്ടമായി. പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരങ്ങൾ താടിയായിപ്പോയ സമയം. ഈ സമയങ്ങളിലും അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല ഈ ഭൂകമ്പം വരുമെന്ന കാര്യത്തെക്കുറിച്ച്. അങ്ങനെ നനച്ചിരിക്കാത്ത നാഴികയിൽ സംഭവിച്ച ഈ കാരണം അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുവാൻ ഇടയായി. ഇനി ഇത് അമേരിക്കയിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെയായിരുന്നാലും ശരി തന്നെ, ഭൂകമ്പം ഉണ്ടായിരുന്നാൽ അല്ലെങ്കിൽ അടിസ്ഥാനം ശരിയല്ല എങ്കിൽ അത് ഇളകുക തന്നെ ചെയ്യും. അടിസ്ഥാനങ്ങൾ ഉറച്ചിരിക്കണം. നമ്മൾ ഏത് വിധത്തിൽപ്പെട്ട ആളായിരുന്നാലും ശരി തന്നെ, നമ്മുടെ അടിസ്ഥാനങ്ങൾ ഉറച്ചിരുന്നാൽ നമുക്ക് ഒരു ചാഞ്ചാട്ടവും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. ഭൂമി കുലുങ്ങിയാലും ശരി തന്നെ, ഭൂമിയിലെ സകല ജീവജാലങ്ങളും എന്ത് ചെയ്യത്തില്ല, അത് മരിച്ചാലും ശരി തന്നെ, അടിസ്ഥാനം ശരിയാണ് എങ്കിൽ നമ്മൾ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ജീവിതങ്ങൾ അടിസ്ഥാനം ശരിയാണെങ്കിൽ, കെട്ടുറപ്പുള്ളതാണ് എങ്കിൽ, ഒരു പ്രശ്നത്തിനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുലുക്കുവാൻ പറ്റത്തില്ല. നമ്മൾ താളടിയായി പോകത്തും ഇല്ല. ഇവിടെ അടിസ്ഥാനം ശരിയാകാത്തത് കൊണ്ടായിരിക്കാം ചൈനയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ കുലുക്കം പറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ ജീവിതത്തിൽ കുലുക്കം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഉറച്ച് ജീവിക്കുക. ഇനി ഒരു ചെറുപ്പക്കാരൻ, അവനെ ദൈവം അനുഗ്രഹിച്ചാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തത്. ദൈവം എന്നിട്ട് പറഞ്ഞു, അവന് ആചരിക്കേണ്ട കുറേ കാര്യങ്ങൾ, അവനെ മദ്യം തൊടിയിക്കരുത്, അവന് ഇന്നടത്തുനിന്ന് വിവാഹം കഴിക്കരുത് എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് ദൈവം ഒരു പദ്യ ഉപദേശം കൊടുത്തു. എന്നിട്ടും അവൻ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയി. അതിനുശേഷം അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാണ്, അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട്, അവൻ്റെ അവസാന നിമിഷം അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ
അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ ഒരു പ്രാവശ്യം കൂടി എനിക്ക് നീ അവിടെ നിന്ന് ശക്തി തരുമാറാകണമേ എന്ന് ശിംശോൻ ദൈവത്തിൻ്റെ മുൻപാകെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവന് സംഭവിച്ചിരിക്കുന്ന അവസ്ഥ എന്താണ്? അവൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി, അവനെ മൊട്ടയടിച്ചു, അവൻ്റെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്ത് അങ്ങനെ അവൻ കാഴ്ചയില്ലാത്തവനായി അവൻ ഫെലിസ്ത്യരുടെ മുൻപിൽ നിൽക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ ശരിയായ പാതയിൽ നടക്കുക. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ വേദപുസ്തകത്തിൽ നിന്ന് നൽകുന്ന ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണമാണ് ശിംശോന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, ദൈവം അവന് ആരോഗ്യം കൊടുത്തു, ദൈവം അവന് ബലം കൊടുത്തു, ശക്തി കൊടുത്തു, അവന് നല്ല സൗന്ദര്യം കൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളൊക്കെയും അവന് പ്രദാനം ചെയ്തു. അങ്ങനെ അവൻ അവൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു, അവൻ്റെ ശക്തിയിൽ അഹങ്കരിച്ചു. അവൻ ആയിരങ്ങളെയും 10,000-ങ്ങളെയും കൊന്നു, അവൻ സിംഹത്തെ കൊന്നു, കരടിയെ കൊന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? നാൽക്കാലികളെ മേലും ഒരു ഭയമില്ലാതായി, ലോകത്ത് അവന് പേടിയുള്ള ആരും ഇല്ലാതെയായി. അങ്ങനെ ആയിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അഹങ്കാരം ഉടലെടുത്തു. അവൻ പറഞ്ഞു, ഇനി എനിക്ക് ആരെയും പേടിക്കുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മ്ലേച്ഛമായ രീതിയിലുള്ള പോക്കിലേക്ക് അവൻ പോവുകയാണ്. മദിരാശിയിലും അവൻ മദ്യത്തിലും അവൻ മയങ്ങുകയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയൊരു ലഹരിയായി മാറുകയാണ്. അങ്ങനെ ശിംശോൻ അവൻ ദൈവസന്നിധി വിട്ട് അവൻ ഈ ലോകത്തിൻ്റെ മുഖങ്ങളിലേക്ക് അവൻ ഓടുകയാണ്. ആ സമയത്താണ് അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പെടുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം ഏൽപ്പെട്ടിട്ടും അവൻ രക്ഷപ്പെട്ടു. 3-ാമത്തെ പ്രാവശ്യം അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഫെലിസ്ത്യർ അവനെ കെട്ടിയിട്ട് അവനെ കണ്ണെല്ലാം ചൂഴ്ന്നെടുത്ത് അവനെ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ പറയുന്നത്, ദൈവമേ എൻ്റെ കൂടെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എന്നോട് കരുണ തോന്നുമാറാകണമേ എന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പലപ്പോഴും പലരും പറയും, അത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, നീ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അവരെയെല്ലാം ഒരു സഹായിക്കുന്ന രീതിയിലൊരു നോട്ടം നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് യുവജനങ്ങൾ ഇന്ന് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലൗകിക സുഖങ്ങൾ ഇന്നത്തെ യുവജനങ്ങളെ മാടി വിളിക്കുകയാണ്. ശിംശോനും അതുപോലെയായിരുന്നു. അവൻ നല്ല ഒരു ബലവാനെ പോലെ, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ജോൺസിനെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭയങ്കര ആരോഗ്യവാനാണ്. അദ്ദേഹം റെസ്ലിംഗിൽ പോകുന്ന സമയങ്ങളിൽ ഒത്തിരി പേർ അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. ആരെയും കൂസലില്ലാത്ത ഒരു വ്യക്തി, ആരെയും പേടിയില്ല. അങ്ങനെ വളരെ സൗന്ദര്യവാനായിരിക്കുന്ന ഇവനെ ആകർഷിച്ചുകൊണ്ട് പല പെൺകുട്ടികളും അവൻ്റെ അടുത്ത് വന്നു. ആ സമയങ്ങളിലെല്ലാം ഇവൻ തെറ്റ് ചെയ്യാൻ പ്രേരിതനായിക്കൊണ്ട് അവൻ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് അവൻ എടുത്തു ചാടി. അങ്ങനെ ശിംശോൻ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ജീവിതത്തെ അവൻ വൃഥ ആക്കി കളയുകയാണ്. അവൻ കരഞ്ഞു പറയുകയാണ്, ദൈവമേ ഒരു പ്രാവശ്യം കൂടി എനിക്ക് ശക്തി തരുമാറാകണമേ എന്ന്. അവസാന നിമിഷങ്ങളിൽ പലപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്, ദൈവമേ ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കുമാറാകണമേ. അപ്പോൾ ദൈവം ക്ഷമിക്കും. പിന്നെയും ശങ്കരൻ തെങ്ങിൻ്റെ മോൾ എന്ന് പറഞ്ഞ കണക്കാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു പ്രാവശ്യം ക്ഷമിച്ചു, 2 പ്രാവശ്യം ക്ഷമിച്ചു. ഇങ്ങനെ ക്ഷമിക്കണമേ, പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാം ക്ഷമിക്കണേ ദൈവമേ എന്ന് പറയും. പിന്നെയും ജീവിതം പഴയതുപോലെ തന്നെയാണ് എങ്കിൽ വീണ്ടും നിനക്ക് നിത്യനാശം തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും നീ എന്ത് ചെയ്യുക? നിന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഇവിടെ ശിംശോൻ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. അവന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ കഴുതകളെയും അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവസന്നിധിയിൽ നല്ലതായിട്ട് വരുന്നേ ഉള്ളൂ. അവൻ ഫെലിസ്ത്യരെ എല്ലാം കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം അവന്
അനുഗ്രഹം കൊടുത്തു. അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം സ്വീകരിച്ചു. അങ്ങനെ അവൻ മുൻപ് കൊന്ന ആൾക്കാരെക്കാളും ആ ക്ഷേത്രത്തിലിരുന്ന എല്ലാവരെയും കൊല്ലുവാൻ അവന് സാധിച്ചു. പ്രിയമുള്ളവരെ, അതോടുകൂടി ശാംസന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ശാംസന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ദൈവത്തെ വിട്ട് ഓടിപ്പോയാൽ ഇതായിരിക്കും അവസ്ഥ. നമുക്ക് എത്ര വർഷം വരെ ജീവിച്ചിരിക്കാം? ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം ഇപ്പോൾ പറയുന്നത് 60 വർഷമാണ്. ഈ 60 വർഷത്തിൽ സമാധാനമില്ലാതെയാണ് നീ ജീവിക്കുന്നത് എങ്കിൽ നീ ജീവിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ 60 വർഷം കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെയായാൽ നിൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്കുക, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതമെന്ന്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് ഞങ്ങളാരും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്വയമേ ചിന്തിക്കണം എന്തു സംഭവിക്കണമെന്ന്. സ്വയമേ ചിന്തിക്കണം ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത് എന്ന്. അങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ പാപപങ്കുലമായ ഈ ലോകത്തു നിന്ന് നിങ്ങളെ വിളിച്ച് വേർതിരിക്കുവാൻ എൻ്റെ ദൈവം സുസജ്ജനായിട്ട് നിൽപ്പുണ്ട്. ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ വരികയാണ് എങ്കിൽ ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും. ശിംശോന്റെ ജീവിതത്തിലൂടെ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. അവൻ്റെ യൗവന കാലത്ത് തന്നെ അവൻ ദൈവത്തിൻ്റെ പാത വിട്ട് പോയത് കാരണം അവന് മരണം സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ യൗവനത്തിൽ പൊലിഞ്ഞു പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതെയോ നിത്യമായി ജീവിച്ച് മരിക്കുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും അടുത്ത് വരിക. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? മറന്നു കളയുക. ഇനിയുള്ള കാലത്തേക്ക് നിങ്ങൾ ഇനി മുൻപിലേക്കുള്ള കാലത്തിലേക്ക് നോക്കി നേരെ ഓടുക. അങ്ങനെ ഓടിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു ഇംഗ്ലീഷിൽ പറച്ചിലുണ്ട്, I was complained for a shoe by seeing man have without feet. ഞാൻ ഷൂവിന് പരാതി പറയുന്നുണ്ടായിരുന്നു ദൈവത്തോട്. പക്ഷേ കാലില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു? ഞാൻ അത് പറയുവാൻ പിന്നെ ഞാൻ ആഗ്രഹിച്ചില്ല. ഈ ലോകത്ത് ദൈവം നിനക്ക് എല്ലാം തന്നിട്ടുണ്ട്. ദൈവം നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധി വിട്ട് കടന്നു പോകുന്നു? ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു അനാഥാലയം സന്ദർശിക്കുവാനിടയായി. അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ തന്നെ അത് വളരെ വലുതായിട്ട് അത് ബാധിക്കാനിടയായി. അത് കാരണം എന്ന് പറഞ്ഞാൽ 2 കൈകളുമില്ലാത്ത ഒരമ്മ. ഞങ്ങൾ കുറച്ച് ഫുഡ് കൊണ്ട് കൊടുക്കാനാണ് പോയത്. അപ്പോൾ അവർക്ക് ഫുഡെല്ലാം സെർവ് ചെയ്തു അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. 2 കൈകളുമില്ലാത്തൊരമ്മ. ഞങ്ങൾ ആഹാരം കൊടുത്തു. അവർ ഈ കൈയിൻ്റെ മുട്ടിൻ്റെ ഇവിടം തൊട്ട് അങ്ങോട്ടില്ല. അവർ ഇതിനെങ്ങനെ പൊക്കിയിട്ട് പാത്രത്തെ പൊക്കി മടിയിൽ വെച്ചിട്ട് നക്കി കഴിക്കുന്നതായിട്ട് കാണുവാനിടയായി. ഹൃദയം നുറുങ്ങുന്ന ഒരവസ്ഥ. 2 കൈകളുമില്ല. അവർ പാത്രത്തിൽ നിന്ന് ആഹാരം നക്കി എടുത്ത് കഴിക്കണം. നമ്മുടെ ദൈവം നമുക്ക് കൈകൾ തന്നിട്ടുണ്ട്, കാലുകൾ തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്, സകല അനുഗ്രഹവും തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധി വിട്ട് മാറിപ്പോകുന്നു?
കുറവുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനു മാത്രം ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും, നന്മകൾ വരുമ്പോൾ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് കൂടി അവർ ആരാധിക്കാതെയും പോകുന്നതാണോ നമ്മുടെ ക്രിസ്ത്യാനിത്വം? ഏത് സമയമായിരുന്നാലും ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുക. അങ്ങനെ സ്തുതിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് അനുഗ്രഹം തരും. സ്വന്തം യൗവനം എറിഞ്ഞുടച്ച ഒരു പൈതലിൻ്റെ കഥയാണ് നമ്മളിവിടെ കേട്ടത്. അവൻ്റെ യൗവന കാലത്ത് അവൻ സൃഷ്ടാവിനെ സ്തുതിക്കുന്നതിന് പകരം അവൻ പലവിധമായ ലോകസുഖങ്ങളെയും അവൻ തേടി നടന്നതിൻ്റെ ഫലമായിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ജീവിതം എറിഞ്ഞുടക്കുകയാണ് ചെയ്തത്. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ അപ്പനും അമ്മയ്ക്കും അവനെ കൊടുക്കുന്ന സമയത്ത് മനോയോട് യഹോവയുടെ ദൂതൻ പറഞ്ഞത് അനേകം കാര്യങ്ങളാണ്. നീ താമസിക്കുന്ന സ്ഥലങ്ങൾ, നീ ഇനി ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച് അവൻ പ്രസവിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യലും? മദ്യം കൊടുക്കരുത്, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തിനോട് തുടരുത്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്യ ഉപദേശങ്ങളാൽ വഴി നടത്തിയ ഒരു മകൻ. അവൻ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തില്ല? അവന് ഒരു തെറ്റിലേക്കും അവൻ ഇറങ്ങി പുറപ്പെട്ടില്ല. എന്നാൽ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് അവൻ പോയ സമയത്ത് അവൻ്റെ സ്വന്തം കാര്യങ്ങളിൽ അവൻ കൈകൾ ചലിപ്പിക്കുവാൻ തുടങ്ങി. അവൻ സ്വയമേ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ അവനെന്താണ്? തെറ്റുകുറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാർ പറയുന്നത് കേൾക്കുവാൻ തുടങ്ങി. അവൻ്റെ അപ്പനും അമ്മയും പറയുന്നത് സെക്കൻഡറി ആക്കുവാൻ തുടങ്ങി, രണ്ടാമത്തെ ഒരു പ്രാവശ്യമാക്കാൻ തുടങ്ങി. അവൻ എപ്പോഴും അവൻ്റെ കൂട്ടുകാർ പറയുന്നത് മാത്രമാണ് അവന് വേദവാക്യമാകാൻ തുടങ്ങി. അങ്ങനെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വ്യതിചലിക്കുന്ന ഒരു ശിംശോനെയാണ് നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയജനം, ഏതെങ്കിലും പ്രിയ പൈതല ഇങ്ങനെയാണ് എങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. നിൻ്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുക. സകലത്തെയും സാധ്യമാക്കുന്ന ഒരു ദൈവം. നിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിൻ്റെ പ്രശ്നം എന്തായിരുന്നാലും ശരി തന്നെ, എൻ്റെ ദൈവം സകലത്തെയും മാറ്റിത്തരുന്ന ഒരു ദൈവമാണ്. നിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം നീ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ. നിനക്കൊരു ജോലിയാണോ ആവശ്യം? എൻ്റെ ദൈവം നിനക്ക് തരും. എന്ന് വെച്ചിട്ട് നിങ്ങൾ ചോദിക്കരുത് ദൈവം എൻ്റെ എംപ്ലോയ്മെൻ്റ് ഓഫീസിൽ ജോലിക്കാരനാണെന്ന്. അങ്ങനെയല്ല. എൻ്റെ ദൈവം എന്ന് പറയുന്നത് നിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം തരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും മഹനീയമായ കാര്യമാണ്. അത്രയ്ക്കും മഹനീയമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. നമ്മൾ ജീവിതത്തിൽ നമ്മളൊരു ഓഫീസിൽ പോവുകയാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? നമ്മൾ നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കും. നമ്മൾ നേരെ പോയിട്ട് സമാധാനത്തിൽ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ പോയി ഇരിക്കും. പക്ഷേ എന്നാൽ ഒരു പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയങ്ങളിൽ നമ്മളെന്താണ്? ഭയങ്കരമായിട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ട് പോയി മര്യാദയ്ക്കിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിലിരിക്കുമ്പോൾ റിലാക്സായി നമുക്ക് ഒരു ഭയവുമില്ല. കൂട്ടുകാരോട് ഹായ് എന്ന് പറഞ്ഞു, കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഹായ് എന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാവരുടെ ഹായും ബായൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് വളരെ ലാഘവത്തോടു കൂടി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ദാസൻ എന്തോ പ്രസംഗിച്ചുകൊണ്ട് പോട്ടെ, അതൊന്നും എന്നെ പറ്റിയല്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇരിക്കുന്ന ദൈവ പൈതലിന് ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല? അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കത്തില്ല. പരിഹാരം ലഭിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് നമ്മൾ മാറിപ്പോകണമോ, അതേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ പറ്റിച്ചേരണമോ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തണം. ബഹുമാനം കൊടുക്കേണ്ട സമയത്ത് ബഹുമാനം കൊടുത്ത് തന്നെ ആരാധനയിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മനോയുടെ ദൈവം കൊടുത്ത സന്തതി അകാലത്തിൽ എന്ത് ചെയ്തു? പൊലിഞ്ഞുപോയി. അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ മകനെ ഓർത്ത് അപ്പനും അമ്മയും എന്തുമാത്രം വിഷമിച്ച് കാണും. സ്നേഹമില്ല എന്ന് മക്കൾ വിചാരിക്കരുത്.
അപ്പനും അമ്മയും വഴക്ക് പറയുമ്പോൾ അപ്പനും അമ്മയ്ക്ക് എൻ്റെ സ്നേഹമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളടുത്ത് സ്നേഹമുള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ ശാസിക്കുന്നത്. ഈ ശാസനയെ നല്ല മനസ്സോടുകൂടി എടുത്ത് നല്ലതായിട്ട് ജീവിക്കുന്ന മക്കൾക്ക് എന്നും നന്മയെ വരത്തുള്ളൂ. ഈ ശാസനയെ തെറ്റാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ എപ്പോഴും വഴക്കേ പറയത്തുള്ളൂ, അവരെന്നെ വേറെ ഒന്നും പറയത്തില്ല, എന്നെ കാണുന്നതേ ഉപദേശിച്ചുകൊണ്ടാണ് അവരെന്നെ കാണുന്നത് എന്ന് ചിന്തിക്കുന്ന മക്കളുടെ ജീവിതം എന്ന് പറയുന്നത് നാശം തന്നെയായിരിക്കും. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അത് വാഗ്ദത്തങ്ങളോട് കൂടിയ ആദ്യത്തെ കൽപ്പനയാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞ് ജീവിക്കുക, ദൈവത്തിൻ്റെ വചനത്തിന് തതുല്യമായ പരിഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെയായിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശിംശോൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ. ശിംശോൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ്. ശിംശോൻ വളരെ ശക്തിമാനായിരുന്നു, ബലവാനായിരുന്നു. ഇതൊക്കെ പറയാനേ കൊള്ളത്തുള്ളൂ. അത് അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും നന്മ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തില്ല. അവൻ ആ കാലത്തിൽ അവൻ്റെ ജീവനെ അവസാനിപ്പിക്കേണ്ടി വന്നു. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവ പൈതലെ, ഒരു കാര്യം ചിന്തിക്കുക, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ദൈവസന്നിധിയിൽ ദൈവം തരുന്ന കാര്യങ്ങളെ അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെയായിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇനി നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തൊക്കെ നമ്മൾ ദുഃഖിച്ചിരിക്കും. അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തൊന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല, വരുവാനുള്ള നാളെ ഓർത്ത് സന്തോഷിക്കുക എന്നാണ് പറയുന്നത്. വരുവാനുള്ള നാളെ ഓർത്ത് സന്തോഷിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് നിങ്ങളുടെ മേലുള്ളതെന്ന് അടിയൻ അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയും പ്ലാനുമുണ്ട്. വരുവാനുള്ള നാളെ ഓർത്ത് സന്തോഷിക്കുക. സന്തോഷിക്കുക എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവമക്കൾ എപ്പോഴും സന്തോഷവാനും സന്തോഷവതിയുമായിരിക്കണമെന്നാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ നിങ്ങളുടെ ജീവിതങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കണം. അപ്പനും അമ്മയുടെ വാക്കുകൾ അത് വളരെ ദോഷമാണ് എന്ന് ചിന്തിക്കരുത്. അപ്പനും അമ്മയും പറയുന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ പുത്രി, നീ അവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, നിന്നെ ഓർത്തുകൊണ്ടാണ് ദൈവം ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാ സ്നേഹിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, അങ്ങയുടെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്ന കൃപയ്ക്ക് നന്ദി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഉടച്ചു പണിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ചോദിച്ച ചുരുക്കമാണല്ലോ അധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. സകലത വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം. അടിയൻ്റെ പരമപിതാവേ, ആമേൻ.